ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ SCRT പാഠപുസ്തകം 7ാം സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഒന്നാമത്തെ അധ്യായമായ പാർട്ട് 1 പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ നല്ലപോലെ പരിചരണം വേണം. അതോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കാനായിട്ട് വേണ്ട പ്രധാന ഘടകങ്ങൾ? ഒന്നെന്ന് പറയുന്നത് എന്താണ്? വളക്കൂറുള്ള മണ്ണ്, അതുപോലെ എന്താണ്? അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും. അപ്പൊ എന്താണ്? നല്ല വളക്കൂറുള്ള മണ്ണ് വേണം, അതുപോലെ അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും വേണം, അതുപോലെ എന്താണ്? നല്ല ജലസേചനം. ഇതൊക്കെ എന്തിനു വേണം? നമ്മൾക്ക് കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ വിത്തിന്റെ ഗുണം. ഇനി എന്താണ് വിത്ത് ഗുണം എന്ന് പറയുന്നത്? നമുക്ക് ധാരാളം ഒരു സസ്യത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി വിത്തുകൾ ലഭിക്കുന്നു. പക്ഷെ എല്ലാ വിത്തുകളും കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മുടെ അടുക്കള മുറ്റത്ത് നമുക്ക് സാധാരണ നമ്മളെ പച്ചക്കറി മേടിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന വിത്തുകളുണ്ട്. ആ വിത്തുകൾ നമ്മൾ പെട്ടെന്ന് അവിടെ മുറ്റത്ത് കായ്ച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഉണ്ടാവത്തില്ല, നല്ല ഗുണമേന്മയുള്ളതായിട്ട് വളർന്നു വരത്തില്ല, അല്ലെ? അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മത്തൻ എന്ന് പറയുന്നത് എന്താണ്? വലിയ വലിപ്പമൊന്നും ഉണ്ടാവാത്ത മത്തനായിരിക്കും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. ഇനി ചെടിയിൽ നിന്ന് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ? വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി നോക്കുക, ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് രോഗബാധിതമായ ചെടിയിൽ നിന്ന് നമ്മൾ വിത്തുകൾ ശേഖരിക്കില്ല. കാരണം എന്താണ്? നമ്മൾ നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുക. അതുപോലെ എന്താണ്? കായ്ഫലം കൂടുതലുള്ള ചെടിയിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുക. അത് മാത്രവുമല്ല, ചെടിയിൽ ആദ്യം ഉണ്ടാവുന്ന കായ്കൾ, ഇടയ്ക്കുണ്ടാവുന്ന കായ്കൾ, അവസാനം ഉണ്ടാവുന്ന കായ്കളുണ്ട്, അല്ലെ? ആദ്യം ചെടിയിൽ കായ്കൾ ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്കുണ്ടാവുന്നുണ്ട്, അവസാനം. അപ്പം നമ്മൾ ഇടസമയത്തുണ്ടാകുന്ന കായ്കളാണ് നമ്മൾ വിത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ വിത്ത് ശേഖരിക്കുന്ന സസ്യത്തിന് എന്തായിരിക്കണം ഗുണങ്ങൾ? എന്തൊക്കെയാണുള്ളത്? ഒന്ന്, രോഗബാധിത ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ധാരാളം കായ്ഫലം ലഭിക്കുന്ന ചെടിയായിരിക്കണം. അതുപോലെ എന്താണ്? ഇടയ്ക്കുണ്ടാകുന്ന കായിൽ നിന്നായിരിക്കണം നമ്മൾ വിത്തുകൾ ശേഖരിക്കേണ്ടത്. ഇനി നമ്മൾ വിത്തുകൾ ശേഖരിച്ചു, അല്ലെ? വിത്തുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പാകി മുളപ്പിക്കണം, അല്ലെ? പാകി മുളപ്പിക്കും. ഇപ്പം വെണ്ടയും പയറും അതുപോലുള്ള വിത്തുകൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. കാരണം അപ്പോൾ എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുകളുണ്ട്, ചീരയുടെ വിത്തൊക്കെ ഉണ്ട്, അല്ലേ? അതൊക്കെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം? വിത്തുകൾ നമ്മൾ പാകി മുളപ്പിച്ച് അവയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മികച്ച തൈകളിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ലേ? ചെറിയ ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ല വിത്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതിലും നല്ലത് എളുപ്പമാർഗം എന്താണ്? നമ്മളൊന്ന് മുളപ്പിച്ച് നോക്കിയിട്ട് മികച്ച തൈകൾ, അല്ലെ, നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് അതിനകത്തുനിന്ന് പറിച്ച് മാറ്റി നമുക്ക് തൈകൾ വേറെ നമുക്ക് ഗ്രോ ബാഗിലോ നമുക്ക് എവിടെയാണോ കൃഷി ചെയ്യേണ്ടത് അവിടെ മാറ്റി പറിച്ച് നമുക്ക് തൈകൾ നടാം. ഈ രീതിയിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ തൈകൾ പറിച്ച് നടുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പാകി മുളപ്പിച്ച് അതിൽ ആരോഗ്യമുള്ളതും നല്ല എന്താണ് ഇലയുള്ളതും കേടുപാടുകളില്ലാത്തതുമായിട്ടുള്ള ചെടികൾ നമ്മൾ പറിച്ച് മാറ്റി നടണം. ഇനി നമുക്ക് തണ്ട് മുറിച്ച് നട്ട് ഉണ്ടാക്കാം ചെടികൾ, അല്ലെ? അപ്പൊ നമുക്ക് വിത്തിൽ നിന്ന് മാത്രമല്ല ചെടികൾ ഉണ്ടാകുന്നത്, അല്ലെ? വിത്തിൽ നിന്നല്ല, നമ്മൾ ചെമ്പരത്തി, അതുപോലെ എന്താണ് തണ്ട് മുറിച്ച് നടുന്ന ഒത്തിരി ചെടികൾ, നമുക്ക് റോസ അതുപോലെയുള്ളതൊക്കെ നമ്മൾ എന്താണ് തണ്ട് മുറിച്ചാണ് നടുന്നത്. അപ്പോൾ വിത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെടിയിൽ വിത്തുണ്ടാകുന്നത് പ്രധാനമായിട്ടും എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്നതാണ് വിത്തുകൾ. അത് നമ്മൾ എന്തായാലും ചെടിയായിട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ ചില ചെടികളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വിത്തിൽ നിന്നല്ലാതെ സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കായിക പ്രജനനം. വിത്തിൽ നിന്നല്ലാതെ സസ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ചെടി ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനമാണ് ഇത്? കായിക
പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു കപ്പ അതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് നമ്മൾ കിളിപ്പിക്കുന്നത്, അല്ലെ? റോസ അതിൻ്റെ തണ്ട് വെച്ചാണ് കിളിപ്പിക്കുന്നത്. ഇനി അതുകൂടാതെ ചേന, അതിൻ്റെ നമ്മൾ എന്താണ് ട്യൂബർ, അല്ലെ? ആ ചേനയുടെ ഇത് വെച്ചാണ് നമ്മൾ തട വെച്ചാണ് നമ്മൾ കിളിപ്പിക്കുന്നത്. ചേമ്പാണെങ്കിലും ഇതൊന്നും നമ്മൾ വിത്തിട്ടല്ല കിളിപ്പിക്കുന്നത്. വാഴയും വിത്തിട്ടല്ല കിളിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ വേപ്പും തൈ നമ്മൾ വേരിൽ നിന്ന് പിടിച്ചു വരുന്നുണ്ട്, വേപ്പും തൈ, അല്ലെ? ഇലയിൽ നിന്ന് പിടിച്ചു വരുന്ന ചെടികളുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ചെടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് പ്രൊപ്പഗേഷൻ? രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചു. ഒന്ന് വിത്തിൽ നിന്നും, മറ്റൊന്ന് എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഉദാഹരണം നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങ്, മരച്ചീനി, ഇതൊക്കെ എന്താണ്? തണ്ട് മുളപ്പിച്ചാണ് നമ്മൾ നടുന്നത്. ഇപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന്, ഇപ്പൊ വെണ്ട, പയറ്, അല്ലെ, തക്കാളി, ഇതൊക്കെ നമ്മൾ വിത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അതൊക്കെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് വിത്ത് ഉണ്ടാകുന്നത്. കായിക പ്രജനനം വഴി ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങ്, മരച്ചീനി, അല്ലെ, ചേന, ചേമ്പ്, ഇതൊക്കെ എന്താണ്? കായിക പ്രജനനം വഴിയാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് അത് കൂടാതെ തന്നെ പേരയുടെ കമ്പ് മുറിച്ച് നമുക്ക് നട്ടുകിളിപ്പിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് വേറെ മെത്തേഡുകളുണ്ട്. അപ്പോൾ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുതിയ ചെടി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെ? കൊമ്പുകളിൽ വേര് മുളപ്പിച്ച് നമുക്ക് നടാൻ പറ്റും. അങ്ങനെ ഒരു മെത്തേഡാണ് ഇത് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന് പറയുന്നത്. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെടിയിൽ ആ കമ്പ് അതിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുറിച്ചു മാറ്റി ഒട്ടിക്കുകയല്ല, ആ ചെടിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെയാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്ന് പറയും. അപ്പൊ തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുക്കും. ഇതേപോലെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കമ്പ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒരു പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം കമ്പെന്ന് പറയുന്നത്. ഈ കമ്പ് പ്രധാന തൈത്തടിയിൽ നിന്നുള്ള കൊമ്പുകളാണെങ്കിലാണ് ഉത്തമം. കൊമ്പിൽ 1 സെന്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തോല് ചെത്തി മാറ്റുക, അല്ലെ? 1 സെന്റിമീറ്റർ വീതിയിൽ ഒരു വളയം പോലെ ആ നടുക്കത്തെ കമ്പിന്റെ ആ ഒരു സൈലം ഫ്ലോയം ഭാഗം മുറിച്ചു മാറ്റാതെ ആ ഒരു പുറമേയുള്ള ബാർക്ക് മാത്രം ചെത്തി മാറ്റുക, അല്ലെ? നല്ല വളയാകൃതിയിലായിരിക്കണം ചെത്തി മാറ്റേണ്ടത്. ഈ ചെത്തി മാറ്റിയ ആ ഒരു ഭാഗത്ത് നമ്മൾ ചകിരിച്ചോറും മണ്ണും അതുപോലെ മരപ്പൊടിയും ചേർന്ന മിശ്രിതം എന്ത് ചെയ്യും? നനവോടെ നമ്മൾ അവിടെ വച്ച് കെട്ടും. കെട്ടിയതിന് ശേഷം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അതിനെ എന്ത് ചെയ്യും? പൊതിയും. രണ്ടറ്റത്തും നമ്മൾ ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കും. അപ്പോൾ അതിൽ ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നനച്ചുകയും വേണം. അങ്ങനെ നമ്മൾ 2 മാസത്തിനകം നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് നിന്ന് ധാരാളം വേരുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ വേരുകൾ ഉണ്ടായ ഭാഗത്തിന്റെ തൊട്ട് താഴെ വെച്ച് നമുക്കിത് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റി നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് നട്ട് പിടിപ്പിക്കാം. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെയറിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ലെയറിംഗ് ഒക്കെ ചെയ്യുന്നത് പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോർട്ട ഇതുപോലെയുള്ള ചെടികളിലൊക്കെ നമുക്ക് ഈ ഒരു ലെയറിംഗ് നടത്താനായിട്ട് പറ്റും. അത് മാത്രവുമല്ല, മണ്ണിനോട് ചേർന്ന് വെച്ച് വളരുന്ന കമ്പുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ മണ്ണിലോട്ടൊന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കും ഇതേപോലെയും നമുക്ക് എന്ത് ചെയ്യാം? പതിവിക്കാനായിട്ട് പറ്റും. നമുക്കിതുപോലെ മിക്ക ചെടികളും നമുക്ക് ഈ ലെയറിംഗ് അല്ലെങ്കിൽ പതി വെച്ച് വളർത്താൻ പറ്റും. അപ്പൊ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം എന്തിനുണ്ടാവത്തില്ല? ഈ പതി വെച്ച ചെടിക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ ഇതിന്റെ വലിപ്പവും കുറവായിരിക്കും. മാത്രവുമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതൃസസ്യത്തിന്റെ ഗുണങ്ങളൊക്കെ എന്തിനുണ്ടാവും? നമ്മൾ ഈ പതി വെച്ച ചെടിക്ക് ഉണ്ടാവും. ഇനി രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ നമുക്കുണ്ടാകുന്ന പുതിയ ചെടിയിലും എന്താ ഉണ്ടാവും? രോഗം ഉണ്ടാവും. അപ്പം വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടിയേക്കാൾ വേഗത്തിൽ ഇവ എന്ത് ചെയ്യും? പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അതാണ് പതിവയ്ക്കുന്ന ചെടികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണവും ഉണ്ടാകും. അതുപോലെ വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ചെടിയേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും അതുപോലെ കായ്ക്കുകയും ഒക്കെ ചെയ്യും. ഇനി ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇവയ്ക്ക് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. ഉണ്ടാവത്തില്ല. ഇനി കൂടുതൽ പരിചരണം എന്ത് ചെയ്യും? ഇവർക്ക് ആവശ്യമാണ്.
അപ്പോൾ പതിവയ്ക്കലിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അല്ലെ. ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താണ്? വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ചെടികളെക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെന്താണ്? ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇവയ്ക്കുള്ള ദോഷങ്ങളാണ് നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ആയുർദൈർഘ്യം എന്താണ്? കുറവായിരിക്കും അല്ലെ. ആയുർദൈർഘ്യം കുറവായിരിക്കും. പിന്നെ രോഗബാധയുടെ ചെടികളിലാണ് നമ്മൾ പതിവയ്ക്കുന്നതെങ്കിൽ പുതിയ ചെടികൾക്കും എന്തുണ്ടാവും? രോഗം ഉണ്ടാവും. അതുപോലെ ഇവയ്ക്ക് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. മാത്രവുമല്ല കൂടുതൽ പരിചരണം ആവശ്യമായി വരും. ഇനി എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ചെടിയുടെ കമ്പ് എടുത്തുകൊണ്ടുവന്ന് വേറൊരു ചെടിയിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കാനായിട്ട് അല്ലെ, നല്ല ഗുണമേന്മയുള്ള ഒരു കമ്പ് നമുക്ക് കിട്ടി അല്ലെ. ഇപ്പൊ റോസോ അല്ലെ മാവ് ഇതിലൊക്കെ നമ്മൾ ഒട്ടിക്കലാണ് നടക്കുന്നത്, ഗ്രാഫ്റ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒട്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാണ്ഡം എന്ന് പറയും. ഇനി ഒട്ടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കൊമ്പിനെ നമ്മൾ സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയും. അപ്പൊ നമ്മൾ സയണായിട്ട് എടുക്കുന്ന നല്ല നിറയെ മാങ്ങകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാവിന്റെ ശിഖരമാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഒട്ടുകമ്പായിട്ട് എടുക്കും. അത് നമ്മൾ നമ്മുടെ മൂലകാണ്ഡത്തിലേക്ക് അല്ലെ, മൂലകാണ്ഡത്തില് നമ്മൾ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും നാടൻ മാവിന്റെ തൈയില് നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തൈയുടെ സ്റ്റോക്കും അതുപോലെ സയൺ അല്ലെ, മൽഗോവ നാടൻ മാവിന്റെ തൈ നമ്മൾ സ്റ്റോക്കായിട്ട് മൽഗോവയുടെ കൊമ്പ് നമ്മൾ സേവണായിട്ട് കൊടുക്കും അല്ലെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒട്ടിക്കും. അപ്പൊ നമ്മൾ സ്റ്റോക്കായിട്ട് എടുത്തത് ഈ സ്റ്റോക്കിലേക്ക് എന്ത് ചെയ്യും? ചെറിയ ഒരു 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് മാത്രം എന്ത് ചെയ്യും? തൊലി കളഞ്ഞെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള അല്ലെ തൊലി കളഞ്ഞതിന് ശേഷം ഒട്ടിക്കേണ്ട കമ്പ് കൊണ്ടുവന്ന് വളച്ച് ഈ സ്റ്റോക്കിനോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? രണ്ടിലും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് തൊലി കളഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് മുറിപ്പാടുകളും കൂടി ചേർത്ത് വെച്ചിട്ട് ചാക്കുനൂല് കൊണ്ട് വരിഞ്ഞു കെട്ടും. ഇങ്ങനെ വരിഞ്ഞു കെട്ടിയതിന് ശേഷം നമുക്കിതില് മെഴുകു തുണിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് താടയോ ഉപയോഗിച്ച് നന്നായിട്ട് പൊതിഞ്ഞു കെട്ടും. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കെട്ടിന് മുകളിലുള്ള സ്റ്റോക്കും കെട്ടിന് താഴെയുള്ള സയണും പകുതി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മുറിച്ച് മാറ്റും. ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും നമുക്ക് എന്ത് ചെയ്യാം? മുറിച്ചു മാറ്റാനായിട്ട് പറ്റും. എന്നിട്ട് നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്തോട്ട് മാറ്റി നടാവുന്നതാണ്. ഇങ്ങനെയാണ് സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ട് എന്ന് നമുക്ക് അവ മുറിച്ചു മാറ്റൂ. ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് വേറൊരു ശിഖരം വളരാൻ അനുവദിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം? മുറിച്ചു മാറ്റി കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നാടൻ മാവില് നമുക്ക് ഏതാണോ നല്ല ഇനം കൊമ്പ് കിട്ടിയിട്ട് ആ കൊമ്പാണ് നമ്മളിനകത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബഡിങ്ങും ചെയ്യാം. പ്രധാനമായിട്ടും പൂച്ചെടിയിൽ പലതരം പൂക്കളുണ്ട്. അപ്പൊ ബൊഗെയിൻവില്ലയിൽ ചെയ്യാം, അതുപോലെ എന്താണ് നമ്മുടെ റോസിൽ ചെയ്യാം. ഇതിലൊക്കെ നമ്മൾ ബഡിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മുകുളം ഒട്ടിക്കൽ എന്ന് പറയും അല്ലെ. പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ മുകുളം ഒട്ടിക്കും. മുകുളം ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ലനം ചെടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മുകുളം നമ്മൾ അത് അടത്തി എടുക്കും. ഒരു മുകുളം നമ്മൾ ചെത്തിയെടുക്കും. ഈ മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ നമ്മൾ ഒരു T ആകൃതിയിൽ ഒരു കട്ട് ചെയ്യും. T ആകൃതിയിൽ കട്ട് ചെയ്ത് അത് തുറന്ന് ഒന്ന് വിടർത്തി കൊടുക്കും. T ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് വിടർത്തി കൊടുക്കും. ഈ T ആകൃതിയിലെ മുറിവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്മൾ മുറിച്ചെടുത്ത ഈ മുകുളം അതിനകത്തേക്ക് തിരുകി വയ്ക്കും. അതിനുശേഷം മുകുളം പുറത്ത് കാണത്തക്ക വിധം പൊതിഞ്ഞ് പതുക്കെ കെട്ടിക്കൊടുക്കും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പൊതിഞ്ഞ് ഈ മുകുളം ലേശം പുറത്തേക്ക് കാണണം. അങ്ങനെ പൊതിഞ്ഞ് പതുക്കെ കെട്ടിക്കൊടുക്കും. ഇനി മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ ഈ മുകളിലുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഡിങ് ചെയ്യുന്നത്. ഇപ്പോൾ അതില് വെള്ള റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയുടെ മുകുളം ഒട്ടിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഒട്ടിക്കുന്ന പ്രോസസ്സും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മികച്ച ഇനം തൈകൾ ഉൽപാദിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ. മികച്ച ഇനം തൈകൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതില് ഇനം ഒന്നില് അല്ലെ കൂടുതൽ കാലം നിലനിൽക്കുന്നു, ഉൽപാദനക്കുറവ്, നമ്മുടെ മണ്ണിൽ നന്നായി വളരും, രോഗപ്രതിരോധ ശേഷി കൂടുതൽ, കുറച്ച് പരിചരണം മതി.
ഇനി ഇനം 2 എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം നിലനിൽക്കും, ഉൽപാദനം കൂടുതലാണ്, നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് വളരില്ല, രോഗപ്രതിരോധ ശേഷി കുറവ്, കൂടുതൽ പരിചരണം. ഇങ്ങനെ 2 ഇനങ്ങളാണ് നമുക്ക് ഉള്ളത് അല്ലെ. 2 ഇനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായ ഗുണങ്ങൾ ഉള്ളത് നമുക്ക് സ്വീകരിക്കാം അല്ലെ. രണ്ടിന്റെയും നല്ല ഗുണങ്ങളുള്ള തൈച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യും അല്ലെ. ഇതിൽ നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണ്? കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ട്, അതുപോലെ എന്താണ്, ഉൽപാദനം കൂടുതലുണ്ട് ഇവിടെ, ഇനി നമ്മുടെ മണ്ണിൽ നന്നായി വളരുന്നു, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, കുറച്ച് പരിചരണം മതി. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് വേണ്ടാത്തത് ഏത് മാത്രമാണ്? ഈ ഒരു ഉൽപാദന കുറവ്. ഈ ഇത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല ഗുണമാണ്. അപ്പൊ ഈ ഉൽപാദന കൂടുതലുള്ള ഇതിന് ഗുണം ഏതാണ്? ഉൽപാദനം കൂടുതലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇത് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. അതിന് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഗുണങ്ങൾ ചേർത്തെടുക്കുക അല്ലെ. അപ്പൊ ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ സസ്യങ്ങളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയുണ്ട്. അങ്ങനെ നമുക്ക് പുതിയ വിത്തുകൾ ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ തെങ്ങ് അല്ലെ, വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്ന തെങ്ങും ചാവക്കാടൻ ഓറഞ്ച് എന്ന് പറഞ്ഞ നീളം കുറഞ്ഞ ഇനവും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ തെങ്ങുകൾ. അപ്പൊ നീളം കൂടിയ ഇനമാണ് ഇത് നീളം കുറഞ്ഞ ഇനമാണ്. നമുക്ക് ഇതിന്റെ അത്യുൽപാദന ശേഷിയും വേണം, എന്താണ്, നീളം കുറവും വേണം. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ ഒരു 20-30 മീറ്റർ ഒക്കെ നീളമാണ് അല്ലെ. നമുക്ക് അത്രയും ഉയരം ആവശ്യമില്ല. ഇത് 8-10 മീറ്റർ ഉയരം ഉണ്ടാവും. എന്നാൽ 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. 30-35 വർഷം വരെ ആയുസുണ്ട്. ഇതിനാണെങ്കിലും 80-100 വർഷം വരെ ആയുസുണ്ട്. ഇത് 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കുകയുള്ളൂ. ഇനി പച്ച നിറത്തിലുള്ള തേങ്ങയാണ്. ഇത് മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറത്തിലുള്ള തേങ്ങയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാന ഇനങ്ങൾ ഇതിനകത്ത് വരുന്നത് വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാള്, ലക്ഷദ്വീപ് ഓർഡിനറി. ഇവിടെ വരുന്നത് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗബോധം. ഇങ്ങനെയുള്ള നീളം കൂടിയ ഇനങ്ങളും നീളം കുറഞ്ഞ ഇനങ്ങളുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യും. ഇങ്ങനെ ചേരുന്ന അതിന് എന്താണ് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. അങ്ങനെ ടോളും ഡാർഫും കൂടി ചേർത്ത് നമ്മളൊരു പുതിയ വർഗം, അത്യുൽപാദന ശേഷിയുള്ള ഒരു പുതിയ വർഗമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇങ്ങനെ കൃത്രിമ പരാഗണം നടത്തി നമ്മൾ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പറയുന്ന പേരാണ് വർഗസങ്കരണം. എന്താണ്? വർഗസങ്കരണം എന്ന് പറയും. അപ്പോൾ ഒരു വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉണ്ടാകുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിന്റെയും ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളുള്ളവയും ഒരു സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അനുഗുണമായ വിത്തുകൾ മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് അത് വളർത്തി എടുക്കണം. അതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത സങ്കരയിനം തെങ്ങാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന തെങ്ങ്. ഈ ചന്ദ്രലക്ഷ എന്തൊക്കെ ചേർത്തിട്ടുള്ളതാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ ക്രോസ് ചെയ്താണ് ചന്ദ്രലക്ഷ. ഇനി ചന്ദ്രശങ്കരയുണ്ട്, അത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിൽ ചേർത്തുണ്ടാക്കിയതാണ്. ഇനി ലക്ഷഗംഗയോ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോധവും തമ്മിൽ ചേർത്തുണ്ടാക്കിയതാണ് ലക്ഷഗംഗ. ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയെടുത്ത തെങ്ങുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശേഖര, ലക്ഷ ഗംഗ എന്ന് പറയുന്നത്. ഇനി നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിൽ നമുക്ക് ഇതുപോലെയുള്ള രീതികൾ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ മികച്ച നെൽ വിത്തിനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇനി പയർ വിത്തിനങ്ങളാണ് ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ടയാണെങ്കിലോ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളിയാണ് മുക്തി, അനഘ, അക്ഷയം. ഇതൊക്കെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കി എടുത്തിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. ഇനി ഇത്തരത്തിൽ നമുക്ക് മികച്ച വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ട് നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. ഇനി കാർഷിക മേഖലയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഏതാണ്? മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ,
കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത്, നടീൽ വസ്തു ലഭ്യമാക്കൽ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യ ഘടകമാണ് ഇതിൽ കാർഷിക മേഖലയിൽ. ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. പ്രിയങ്ക എന്ന് പറയുന്നത് ഒരു പാവൽ ഇനമാണ്. മണ്ണൂത്തിയിലെ ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവൽ ഇനമാണ് പ്രിയങ്ക. ഈ ഇനം വികസിപ്പിച്ചത് കേരള കാർഷിക സർവകലാശാലയാണ്. ഇതൊരു കേരളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു വിത്തിനമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കൃഷിക്ക് വേണ്ട ആവശ്യങ്ങൾ സാധ്യമാകുന്നതിന് വേണ്ടി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അല്ലേ, അത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാം. അവിടെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ തിരക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കേരള കാർഷിക സർവകലാശാലയാണ്, മണ്ണൂത്തിയിലാണ്, തൃശ്ശൂർ. ഇനി കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമുണ്ട്, CTCRI, അതെവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട്, കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, RRII, കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാലയുടെ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇനി എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ചെറിയ കോശം, ഒരു ചെറിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങൾ, നമുക്ക് ഈ നമ്മളെ എക്സിബിഷൻ സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്യപ്പെട്ട കുഞ്ഞു വാഴകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ വാഴകൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അല്ലെ? വാഴയുടെ തൈയിൽ നിന്ന് വരുന്നതല്ല അല്ലെ. പിന്നെ എവിടെ നിന്ന് വരുന്നത്? നമ്മൾ വാഴയുടെ ചെറിയൊരു കോശം എടുത്ത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് അല്ലെ, നമുക്ക് ഒരു കൂട്ടം കോശം അല്ലെ, അതാണ് ടിഷ്യൂ. ഇതെടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ഒരു ചെടി ഉണ്ടാക്കിയെടുക്കും. നമുക്കറിയാം കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ സെൽ അല്ലെ, ചെറിയ മുറി പോലെ ചെറിയ ഒരു കുഞ്ഞു കഷ്ണമാണ് കോശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? ഒരു പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ആ ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. ഇതുവഴി നമുക്ക് ക്യാരറ്റ് അതുപോലുള്ള പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണങ്ങളും എന്തുണ്ടാവും? ഈ നമ്മളിങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന തൈകൾക്ക് ഉണ്ടാകും. പ്രധാനമായിട്ടും നമ്മളിങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന ഏതൊക്കെയാണ്? വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നൂറുകണക്കിന് തൈകൾ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ലബോറട്ടറിയിലാണ് എന്ത് ചെയ്യുന്നത്? ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. ഇനി എന്താണ് സസ്യ വൈവിധ്യം എന്ന് പറയുന്നത്? നമുക്കറിയാം മികച്ച നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലെ. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും എന്ത് ലഭിക്കില്ല? വിളവൊന്നും ലഭിക്കില്ല. അപ്പൊ നമുക്ക് മണ്ണിന്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ എവിടെ തന്നെ നിക്ഷേപിക്കുക? കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുക. അതിന്റെ പ്രയോജനം എന്തെന്ന് വെച്ചാൽ ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത് അല്ലെ. ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. അപ്പോൾ വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും. അപ്പൊ കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിക്കുന്ന ചില രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നമ്മളിവിടെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെ, വാഴയോടൊപ്പം തന്നെ ചേനയും ചേമ്പും ഒക്കെ കൃഷി ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പറയും? ഇടവിള കൃഷി, അതായത് ഇന്റർ ക്രോപ്പ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇത് ഇന്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. ഇത് മണ്ണിന്റെ ബലഭൂഷ്ടി നിലനിർത്താനായിട്ട് സഹായിക്കും. ഇനി നമ്മുടെ തെങ്ങിൻ തോട്ടത്തിൽ നമുക്ക് ചീര കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തെങ്ങിൻ തോട്ടത്തിന് ഇടയ്ക്ക് നമുക്ക് പയർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ഇടവിള കൃഷിയാണ്. അതായത് ഒരു മെയിൻ വിളയോടൊപ്പം തന്നെ നമ്മൾ മറ്റു വിളകളും കൂടി കൃഷി ചെയ്യുന്നു.
ഇനി അടുത്തൊരു മെത്തേഡാണ് വിളപര്യമുണ്ട്. അതായത് ഒരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വാഴ കൃഷി ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് പയർ കൃഷി ചെയ്യുന്നു, പയറിന് ശേഷം എന്താണ് നെല്ല് കൃഷി ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ഓരോന്ന് മാറി മാറി ചെയ്യുന്നു. അപ്പോൾ ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യം. ഉദാഹരണം നമുക്കറിയാം, നെൽപ്പാടത്ത് അല്ലെ, നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവയും കൃഷി ചെയ്യാറുണ്ട് അല്ലെ. നെല്ല് വിതച്ചതിന് ശേഷം നമ്മൾ നെല്ല് കൊയ്ത് മാറ്റി കഴിയുമ്പോൾ പയറിടുന്നു, അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം. അതിനെയാണ് വിളപര്യം. ഇപ്പോൾ ഒരു കൃഷിക്ക് ശേഷമാണ് അടുത്ത കൃഷി വരുന്നത്. അതാണ് വിളപര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് എന്താണ് പയറുവർഗ്ഗങ്ങളുടെ പ്രത്യേകത. നമ്മൾ എന്തിനാണ് ഈ പയറുവർഗ്ഗങ്ങളുടെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നത്? അതായത് ലെഗ്യുമിനസ് പ്ലാന്റ്സ്. ഈ പയറുവർഗ്ഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പയറുവർഗ്ഗങ്ങൾ നമ്മൾ ഇടവിളയായിട്ടോ അല്ലെങ്കിൽ വിളപര്യത്തിലൂടെയോ ഒക്കെ പയറു ചെടികൾ കൃഷി ചെയ്യുന്നത് വളരെ പ്രയോജനമാണ് മണ്ണിന്. കാരണം പയർ സസ്യങ്ങളുടെ, അതായത് ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെയൊക്കെ വേരില് നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളുണ്ട്. അതായത് റൈസോബിയം എന്ന് പറയുന്ന ചില ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവുള്ള ബാക്ടീരിയകളാണ് ഇവ. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പയർചെടിയുടെ വേരിലുണ്ട്. പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ എല്ലാത്തിൻ്റെയും വേരുകളിലുണ്ട്. ഇവ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി നമ്മുടെ മണ്ണിൽ സംഭരിക്കും. അപ്പോൾ നമ്മുടെ മറ്റു ചെടികൾക്ക് ഈ ഒരു നൈട്രേറ്റിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് സംഭരിച്ച് മണ്ണിലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുന്ന ചെടികളാണ് ഇത് പയറ്, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ ഈ റൈസോബിയം ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് നൈട്രേറ്റ് ആക്കി മണ്ണിൽ സംഭരിക്കുന്നു. ഈ സസ്യങ്ങൾ നശിച്ചു പോകുമ്പോഴും സസ്യപോഷകങ്ങൾ മണ്ണിൽ എന്ത് ചെയ്യുകയാണ്? ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പയർ സസ്യങ്ങളുടെ വേരുകളിൽ ഈ കാണുന്ന മുഴകൾ പോലെയുള്ള ഭാഗങ്ങളിലകത്താണ് എന്ത് ചെയ്യുന്നത്? റൈസോബിയം ബാക്ടീരിയകൾ കാണപ്പെടുന്നത്. ഇനി വിള പരിപാലനമാണ്. വിള പരിപാലനം. ഇനി വിള മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനിടയിൽ വരുന്ന കളകൾ ഉണ്ടാവരുത് അല്ലെ. കളനാശിനി എന്ത് ചെയ്ത് ഉപയോഗിക്കാമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. രോഗങ്ങളും കീടങ്ങളും ഉണ്ടാവരുത്, കീടനാശിനി തളിക്കണം, വിളവ് കുറയരുത്, നന്നായി രാസവളം ചേർക്കണം. ഇതൊക്കെ എന്താണ്? ഗുണകരമായ മാർഗം അല്ല. ജൈവ കൃഷി രീതിയാണ് നമുക്ക് ആവശ്യം. അതായത് രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നുമില്ലാതെ ജൈവ രീതിയിൽ. അങ്ങനെ മസനോവ ഫുക്കുവോക എന്ന് പറയുന്ന ആള് ജൈവ കൃഷി, അതായത് മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. അതായത് മനുഷ്യനാണ് കാടുകളും അതുപോലെ നീരുറവുകളും ഭൂമിയുടെ ഫലഭൂഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണം നിർത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനുഷ്യരാശി അടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. അതിന് രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിനെ മൃതസഞ്ജീവിനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമി ആക്കുകയല്ല, വിളഭൂമി ആക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞതാണ് ആര്? മസനോബു ഫുക്കുവോക. ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക. ഇദ്ദേഹം ജപ്പാനിലെ ജൈവ കൃഷി ഗവേഷകനാണ് ആര്? മസനോബു ഫുക്കുവോക. ഇനി അദ്ദേഹത്തിന്റെ കൃതിയാണ് ഒറ്റ വൈക്കോൽ വിപ്ലവം. ഇനി ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പുകയില കഷായം. എങ്ങനെയാണ് പുകയില കഷായം ഉണ്ടാക്കുന്നത്? 1 കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് അരിച്ചെടുത്തിട്ട് ഇതിൽ 100 ഗ്രാം ബാർ സോപ്പും ചീകിയിട്ട് ഇളക്കി ലയിപ്പിച്ച് നമുക്ക് എന്തുണ്ടാക്കാം? പുകയില കീടനാശിനി തയ്യാറാക്കി. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നമ്മൾ വീണ്ടും ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം എന്തിന് തളിക്കാൻ? ചെടികൾക്ക് തളിക്കാൻ. അടുത്ത ഒരു ജൈവ കീടനാശിനിയാണിത്, വേപ്പിൻ പിണ്ണാക്ക് അല്ലെ. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു മെത്തേഡാണ് വേപ്പെണ്ണ എമൽഷൻ. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഇതൊരു ലിറ്റർ വേപ്പെണ്ണയുമായി ചേർക്കുക. എന്നിട്ട് 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ചെടികളിൽ തളിക്കാം. അതും ഒരു എന്താണ്? നമുക്ക് ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളാണ്. ഇനി ജൈവ വളങ്ങളുണ്ട്. ജൈവ വളങ്ങൾ ഏതൊക്കെയാണോ? ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, ഇതൊക്കെ ജൈവ വളമാണ്. ഇതൊക്കെ നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗിക്കാം. രാസവളങ്ങൾ ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ ഉപയോഗിക്കാം.
ഇനി ഭക്ഷ്യവിളകൾക്ക് പുറമെ മറ്റെന്തെല്ലാം വിളകൾ നമ്മൾ പുഷ്പകൃഷി നടത്താറുണ്ട്, തേയില കൃഷി നടത്താറുണ്ട്, അലങ്കാര സസ്യ വളർത്തലുണ്ട്, അതുപോലെ പരുത്തി കൃഷി നടത്താറുണ്ട് അല്ലേ? പരുത്തി കൃഷി എന്തിനു വേണ്ടി? നമുക്കറിയാം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണേത്? പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു എന്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു? കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നു. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ചണം അല്ലെ? ചണ നൂല് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? ചണം. അപ്പൊ ലോകത്തിൽ ഏറ്റവും അധികം ചണം ഉൽപ്പാദിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് നമ്മൾ ഈ ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിനടിയിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് തല്ലിച്ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. അപ്പൊ നാം ഉപയോഗിക്കുന്ന ചാക്കുനൂല് ഈ ചണനാരുകളാണ്. മറ്റൊന്നാണ് കയർ അല്ലെ? നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് നമ്മൾ ഈ തൊണ്ട് തല്ലി നാരുകൾ വേർതിരിക്കുന്നു. ഇത് പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു അല്ലെ? ചവിട്ടിയും മറ്റു കയറും കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെ എന്താണ്? ഒരു നമ്മുടെ മറ്റൊരു മാർഗങ്ങളാണ് അല്ലെ? അടുത്തൊരു മെത്തേഡാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഇനി നമ്മൾ ഈ പരുത്തിയും ഇതൊക്കെ കൃഷി ചെയ്യുന്നത് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ ഭക്ഷ്യവിളകൾ കൂടാതെ നമ്മൾ നാണ്യവിളകളും അല്ലെ പരുത്തിയും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ? തേങ്ങയും നാളികേരവും തേങ്ങയും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. പരുത്തി, ചണം ഇതൊക്കെ നമ്മുടെ മറ്റ് ആവശ്യ വസ്തുക്കളാണ്. അതിൽ കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംയോജിത കൃഷി എന്താണ്? സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ സംയോജിത കൃഷിയാണ് അല്ലെ? കൃഷിപ്പാടത്ത് നിന്നുള്ള നെല്ല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നെല്ല് എടുത്തതിന് ശേഷം അതിന്റെ കച്ചി നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ? ഈ പശുക്കൾക്ക് കൊടുത്ത കച്ചി അല്ലെ? പശുക്കൾക്ക് കൊടുക്കുന്നു. അവിടെ നിന്ന് നമുക്ക് ചാണകം ലഭിക്കുന്നു, പാല് ലഭിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ചാണകം നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടുന്നു. അതുപോലെ ബയോഗ്യാസ് നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നു. അടുക്കള വേസ്റ്റും അല്ലെ നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു? ഈ ബയോഗ്യാസിലേക്ക് വരുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ജൈവ സ്ലറി ലഭിക്കുന്നു. അത് നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നു. പോലെ എന്താണ്? ഫിഷ് ടാങ്കിലേക്കും ഉപയോഗിക്കുന്നു അല്ലെ? ഇങ്ങനെ ഒരു പല കൃഷികളാണ് നമ്മളിവിടെ നടക്കുന്നത് അല്ലെ? അപ്പൊ ഇത്തരത്തില് കൃഷി ചെയ്യുന്നതാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. കാലി വളർത്തലും നെൽകൃഷിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് കാലി വളർത്തലിൽ നിന്നും നെൽകൃഷിയുടെ അവശിഷ്ടമാണല്ലോ എന്താ പറയാ കച്ചി. അത് നമ്മൾ കാലിക്കുകൾക്ക് കൊടുക്കുന്നു. ഇനി വീട്ടിലെയും കൃഷി സ്ഥലത്തെയും ജൈവാവശിഷ്ടങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? അത് നമ്മൾ എന്ത് ചെയ്യും? ജൈവ സ്ലറി ആയിട്ട് ലഭിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അല്ലെ? ഗ്യാസ് ഉപയോഗിച്ചതിന് ശേഷമുള്ള സ്ലറി നമ്മൾ എന്തിനു ഉപയോഗിക്കും? അത് നമ്മൾ പച്ചക്കറിയിലും അതുപോലെ എന്ത് ചെയ്യണം? മത്സ്യങ്ങൾക്കും ഒക്കെ നൽകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ ഒന്നിലധികം മേഖലകളെ ഇതുപോലെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയും. താറാവിന്റെ കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വയ്ക്കുന്നതിനുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. അപ്പൊ താറാവിന്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിനും കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങൾക്കുള്ള ആഹാരമാണ്. അപ്പോൾ അതുപോലെ ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കും. ഇങ്ങനെയാണ് ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ കൃഷിയും കന്നുകാലി വളർത്തലും നമുക്കറിയാം. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന ഒരു സംയോജിത കൃഷിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും ഒക്കെ വളർത്താറുണ്ട്. അപ്പൊ തെങ്ങിൻ തോട്ടത്തിൽ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്നും ലഭിക്കുന്ന വൈക്കോല്, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ നമുക്ക് കന്നുകാലികൾക്ക് തീറ്റയായിട്ട് നൽകാം. അതുപോലെ തെങ്ങിൻ തോപ്പിൽ നമ്മൾ ആട്, താറാവ്, കോഴി എന്നിവയും വളർത്താനായിട്ട് പറ്റും. ഇതൊക്കെ എന്താണ്? ഒരു സംയോജിത കൃഷിയാണ്. ഇത്തരത്തിലുള്ള ഒരു മറ്റു സാധ്യതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സംയോജിത കൃഷി വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് ആഹാരമാകുന്ന മെത്തേഡ്. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ കൃഷി രീതിയെ കുറിച്ചാണ് പഠിച്ചത്. അധ്യായം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത അധ്യായമായിട്ട് കാണും വരെ താങ്ക് യു.